കോരിച്ചൊരിയുന്ന ആ മഴയിൽ ഗീതുവിൻ്റെ ഇരു കൈകളും തൻ്റെ കൈവെള്ളയിൽ പിടിച്ചു നിൽക്കുന്ന ഹിമേഷ് ഗീതുവിൻ്റെ കണ്ണുകളിലേക്ക് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു. തിരിച്ച് ഗീതുവും മിടിക്കുന്ന ഹൃദയത്തോടെ ഹിമേഷിൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി നിൽക്കുന്നു. തുടർന്ന് പതിയെ ഗീതുവിൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകുന്ന ഹിമേഷ്. ആ ചുംബനത്തിൻ്റെ നിർവൃതിയിൽ ഇരു കണ്ണുകളും അടയ്ക്കുന്ന ഗീതു. ചുംബനത്തിന് ശേഷം തൻ്റെ കൈവെള്ളയിൽ പിടിച്ചിരിക്കുന്ന ഗീതുവിൻ്റെ ഇരു കൈകളും വേർപെടുത്തുന്ന ഹിമേഷ് പിന്നെ പതിയെ നടന്നകലുന്നു. ഇത് കണ്ട് ഗീതുവിൻ്റെ കണ്ണിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ മഴത്തുള്ളിക്കൊപ്പം ഭൂമിയിൽ പതിക്കുന്നു. തിരിഞ്ഞു നടക്കുന്ന ഹിമേഷിനെ ഗീതു ഉറക്കെ വിളിക്കുന്നെങ്കിലും കോരിച്ചൊരിയുന്ന മഴയിൽ ഹിമേഷ് അവളുടെ ശബ്ദം കേൾക്കുന്നില്ല. നിസ്സഹായായി നിൽക്കുന്ന ഗീതുവിൻ്റെ കാഴ്ചകൾ ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്ന ഗീതു. ഇവിടെയാണ് സിനിമയുടെ എൻഡിങ്. എങ്ങനെയുണ്ട്? എന്താടാ എടാ നീനു, ഇതൊരു കഥയല്ലേ? അതും അതാ എന്റെ ഭാവനയിൽ എഴുതിയത്. അങ്ങനെ ശരിക്കും നടക്കില്ല. അയ്യോ അതെ, ഒന്നും പറയാനില്ല, അടിപൊളി ഒരു ലൈഫ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു സജഷൻ പറയട്ടെ, കുറച്ച് ആക്ഷൻ സീനും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിലേ തകർത്തേനെ, വേറെ ലെവലായനെ. എന്റെ അഭിപ്രായത്തില് ഇത് പൊളിയാടാ. ഈ പ്രണയത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന പരിവാസാനം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. എന്തായാലും ഇതിനൊരു നമ്മളെ ടച്ച് ചെയ്യാനുള്ള ഒരു എലമെന്റ് ഉണ്ട്. ഇത് സിനിമയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സൂപ്പർ ഹിറ്റാണ്. എന്നാലും ഒരുപാട് ചളിയൊക്കെ എഴുതിയതിനു ശേഷം നീ ഇത് ഒപ്പിച്ചെടുത്തല്ലേ. വെൽ ഡൺ മൈ ബോയ്. അത് ഈ പരാജയമാണ് വിജയത്തിന്റെ മുന്നോടി എന്നൊക്കെ പറയില്ലേ. ഈ ഒരു ജയത്തിന് വേണ്ടി ഞാൻ എത്രയും കാലം മനഃപൂർവ്വം പരാജയപ്പെടുകയായിരുന്നു. സാമേ, നീ ഇതിനിടയിൽ എവിടെ പോയത്? ഞാൻ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ നോക്കാൻ പോയതാ. മഴ? നീ ക്ലൈമാക്സ് പറഞ്ഞോണ്ടിരുന്നപ്പോൾ എനിക്ക് പുറത്ത് മഴ പെയ്യുന്ന പോലെ തോന്നി. നിനക്ക് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്താ? ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ. നിന്റെ ഈ തിരക്കഥ മലയാള സിനിമയിലെ ഒരു ഉൾപ്രേരണ? അതല്ല, ഉത്കൃഷ്ട അതൊന്നുമല്ല. ഞാൻ പറയട്ടെ, ഉത്തുംഗം. ഉത്തേജനം എന്നല്ലേ നീ ഉദ്ദേശിച്ചേ? അതൊന്നുമല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്റെ സാമേ, നിന്റെ മറ്റേ ഉണ്ടാകട്ടെ. എടാ, നിന്റെ ഈ സബ്ജക്റ്റ് അല്ലേ നിതിൻ തോമസ് ചെയ്താലുണ്ടല്ലോ മോനെ, പടം വേറെ വേറെ ലെവലായിരിക്കും ഇല്ലേ? സത്യമാൻ എന്റെ മനസ്സിൽ ഇതും തന്നെയാണ്. എന്താ പറയുക, എന്റെ ക്യാരക്ടറിന് പക്ക എല്ലാ മാനേഴ്സും മാച്ച് ആണ്. നോക്കാൻ ഹീറോ ആയി നിതിനും ഹീറോയിനായി ഞാൻ പറഞ്ഞു. എന്നെ അഭിനയം പോലെ പെർഫെക്റ്റ് കോമ്പിനേഷൻ. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എന്താണെന്നറിയോ, ഈ അവൻ്റെ ഒന്നും ഡേറ്റ് ആയിട്ടുള്ള തീരെ എളുപ്പമല്ല. എളുപ്പമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യടാ, വിട്ടേക്ക്, നിന്നെ കൊണ്ട് പറ്റില്ല. അതാണ്. ഡേറ്റ് ഞാൻ ചോദിക്കും, ഡേറ്റ് ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. നീ പോയി ഞാൻ ചുമ്മാണോ അവിടെ ഇരിക്കുന്നത്? ഡേറ്റ് ഞാൻ വാങ്ങിക്കും. അതെ. Good morning, everybody. ഗുഡ് മോർണിംഗ് സർ. Good morning, Jindo. അയ്യോ എം ഡി, സോറി സാർ, മനസ്സിലായില്ല. ഗുഡ് മോർണിംഗ് സാർ. സോ നമ്മുടെ ഫാഷൻ ഷോൻ്റെ സ്റ്റേറ്റ് ഡിസൈൻ കിട്ടിയോ? ഗോട്ട് ഇറ്റ് സർ, വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഡെഡ് ലൈൻ കീപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ. അതെല്ലാം ഫിനിഷായി സാർ. ഭയങ്കര ഈസി അല്ലേ സാറ്, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. വാട്ട് അബൌട്ട് ദ ബഡ്ജറ്റ്? ബഡ്ജറ്റ് റെഡിയാണ് സാർ, സാറൊന്ന് അപ്രൂവ് ചെയ്താൽ മതി. അല്ല മീനാക്ഷി, എല്ലാം ഓക്കെ ആണെങ്കിൽ ബ്രിങ് ദ ഫയൽ, ലെറ്റ് മീ ഗോ ത്രൂ ഇറ്റ്. ഓക്കെ സർ. നോ പ്രോബ്ലം. ജിൻജോ, എന്തോ എം ഡിയുടെ അടുത്ത് ബഡ്ജറ്റ് റെഡിയായെന്ന് എന്തിനാ നോണ പറഞ്ഞത്? മാത്രമല്ല എന്നെ എന്തിനാ ഇൻവോൾവ് ചെയ്തേ? ഡോൺ വറി മീനാക്ഷി, അതൊക്കെ നമുക്ക് കൊടുക്കാം. ഈ എം ഡി ചോദിക്കും ബഡ്ജറ്റ് എവിടെയെന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും സാർ
കുറച്ചും കൂടെ ഫൈനലൈസ് ചെയ്യാനുണ്ട്. വീണ്ടും ബഡ്ജറ്റ് എവിടെ നിന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും സാർ കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഫൈനൽ ഇവൻ്റെല്ലാം കഴിയുമ്പോൾ ടോട്ടൽ ബഡ്ജറ്റ് എടുത്ത് MD കൊണ്ട് കൊടുക്കും. അത്ര തന്നെ. ദാറ്റ്സ് ഓൾ. അല്ലേ? എടാ ഭയങ്കര നിന്റെ ഈ ഉടായ്പൊക്കെ ഒരു ദിവസം കയ്യോടെ പിടിക്കൂട്ടെ MD. അന്ന് നിന്റെ കാര്യം കുതാകവാ. ഇങ്ങനെ ഒരു മട്ടനാ ഇങ്ങനെ കുറെ പൊട്ടത്തരങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കും. അത്ര തന്നെ. നീ കണ്ടില്ലേ ഇന്നത്തെ ഒരു കോലം? മിക്കവാറും ഭാര്യ പറഞ്ഞിട്ട് ചെയ്താവും. ഓഫീസിലെ പുലികളെ വീട്ടിൽ ചെല്ലുമ്പോഴേ എലികളാ. അതൊക്കെ എനിക്കറിയാം. അതിൻ്റെ ക്ഷീണമൊക്കെ ഇവിടെ വന്നിട്ടാ തീർക്കണത്. അയ്യോ MD. ഗുഡ് മോർണിംഗ് സാർ. യെസ് സാർ. ഓ ഇപ്പം തന്നെ വരാം സാർ. പണ്ടാർക്കാട്. അതെ ആ ഫയലിംഗ് തന്നെ. അത് ഡിസൈൻ്റെ ഫയലാ. അതെന്തിനാ? നോ പ്രോബ്ലം. വെറുങ്കയോട് ചെന്നാലേ അയാൾക്ക് ചോദിച്ചു തുടങ്ങും. എൻ്റെ ടെൻഷൻ ഇപ്പം അതല്ല. ഞാനിപ്പോൾ അയാളുടെ പോകേണ്ടി ചിരിക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്തൊരു കോലല്ലേ. ഇവനെ എന്തോരം കിട്ടിയാലേ ഈ പഠിക്കുക. അതെ ഇവൻ MD-നെ കുറിച്ച് ഇങ്ങനെയൊക്കെ കുറ്റം പറയണില്ലേ? അപ്പൊ നമ്മള് കേൾക്കാത്തപ്പോ നമ്മളെന്തോരം പുച്ഛിക്കുണ്ടാവും. ചിലപ്പോ ഉണ്ടാവും. ഹീസ് എ പുച്ചിസ്റ്റ്. സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ. ഭയങ്കര ടച്ചിങ് ലവ് സ്റ്റോറി. പക്ഷേ ദീപു ഈ ക്ലൈമാക്സ് ഒന്നും കൂടെ വർക്കൗട്ട് ചെയ്യണം. എന്തിനാ അത്? ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ ക്ലൈമാക്സ് ആണ്. അതിന്റെ പുറത്തേനെ കിടന്ന് പണിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കൈ നോവും, ഉറപ്പാണ്. അതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തോ എനിക്ക് പേഴ്സണലി ഈ ക്ലൈമാക്സിനോട് വലിയ താല്പര്യമില്ല. പേഴ്സണലി അത് പറ. അങ്ങനെ അത് മീനോനും ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ. കണ്ടോ അല്ല നിങ്ങൾ എനിക്ക് നിങ്ങൾ ഗേൾസ് തന്നെ ഇങ്ങനെ ഇൻസെക്യൂർ ആവുന്നത്. ഞാനൊരു കഥയിലൊരു സിറ്റുവേഷനിൽ ഒരു ക്ലൈമാക്സ് സീൻ എഴുതി വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം വന്നാൽ ഞാൻ അപ്പം തന്നെ നിന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണോ നീ വിചാരിക്കുന്നത്? അല്ല ദീപു, എനിക്കതൊന്നുമല്ല ക്ലൈമാക്സിനോട് പ്രോബ്ലം. പിന്നെന്താണ്? ത്രൂ ഔട്ട് കോമഡി ആയി പോയിട്ട് എൻഡിൽ ട്രാജഡി ആക്കിയതാണ് എൻ്റെ പ്രോബ്ലം. ആൻറ്റി ക്ലൈമാക്സ് ആയ ഒറ്റ കാരണം കൊണ്ട് ഈ തിയേറ്ററിൽ ഓടാത്ത എത്ര പടങ്ങളുണ്ടാവും. എൻ്റെ പേടി അതാണ്. ദീപു നല്ല ക്ലൈമാക്സ് ദീപു പറഞ്ഞു തന്നെയാണ്. പക്ഷെ ഒടുക്കത്തെ ഫീലും ഉണ്ട്. പക്ഷെ തിയേറ്ററിലെ ആൾക്കാർ കയറണ്ടേ? കാലൊക്കെ മാറിയില്ലേ, പ്രേക്ഷകരൊക്കെ ഒരുപാട് മാറി, അവർ ആക്സെപ്റ്റ് ചെയ്യും. ഒരു മീഡിയം ബഡ്ജറ്റ് മൂവി ആണെങ്കിൽ ഓക്കെ. പക്ഷേ ഇതൊരു നല്ല ബഡ്ജറ്റ് മൂവി അല്ലേ? പോരാത്തതിന് ദീപുടെ ഫസ്റ്റ് മൂവി. റിസ്ക് എടുക്കണോ? കൺഫ്യൂഷൻ ആക്കിയപ്പോൾ സമാധാനമായല്ലോ. ദീപു എനിക്ക് വേണ്ടി മാറേണ്ടത് ഞാൻ. എനിക്ക് മനസ്സിലായി. ദീപുവിന് വേണ്ടത് കഥ പറയുമ്പോൾ അതെല്ലാം കൊള്ളാം, സൂപ്പറാണ്, അടിപൊളി എന്ന് പറയുന്ന ആളെ വേണ്ടത്. ഞാൻ ഇനി അങ്ങനെ ആയിക്കോളാം. ഇരിക്കി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എനിക്കിത് പ്രൊഡ്യൂസറെ കണ്ട് കഥ പറയാനുള്ളതാണ്. അപ്പോൾ ക്ലൈമാക്സിലൊരു കൺഫ്യൂഷനും വെച്ച് എനിക്കിത് പോയി പറയാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. അടിപൊളി ക്ലൈമാക്സ് ആണ് ദീപു. അത് തന്നെ പറഞ്ഞു. ഞാൻ പറയുന്ന മണ്ടത്തരാന്ന് കരുതി വിട്ടുകളാം. നീ ഓവറാക്കല്ലേ. എനിക്കൊരാളെ കോൾ ചെയ്യാനുണ്ട്. സമാധാനം. ഞാൻ പ്രീതിയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ ഐശ്വര്യങ്ങളല്ലേ. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ സാമേ ബുക്ക് ഇതാടാ. നീ എന്തേ ആലോചിച്ചോണ്ടിരിക്കണേ? അവി ഈ ഹോട്ടൽ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? അതെ, നമ്മുടെ ഈ സ്പേസ് ഷിപ്പിലൊക്കെ മാസങ്ങളോളം താമസിക്കുന്ന ആസ്ട്രോനോട്ട്സ് ഇല്ലേ, സുനിത വില്യംസിനെയൊക്കെ പോലെ, അവർക്ക് ഈ ഫുഡിന് പകരം അതിൻ്റെ എസെൻസ് ഉള്ള ക്യാപ്സ്യൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതായതുകൊണ്ട് എനർജി കിട്ടും, വിശപ്പുണ്ടാവില്ല, പിന്നെ ടോയ്ലറ്റും പോണ്ട. അതും ഈ ഹോട്ടൽ ബിസിനസ്സും തമ്മിൽ എന്താ ബന്ധം? പറഞ്ഞുതരാം. അതായത് നമ്മൾ അങ്ങനത്തെ കുറച്ച് ക്യാപ്സ്യൂൾസ് മാർക്കറ്റിൽ ഇറങ്ങുന്നു. അതായത് ഉഴുന്നുവടയുടെ, സമൂസയുടെ, പപ്സിൻ്റെ, ബർഗറിൻ്റെ ഒക്കെ എസെൻസ് എല്ലാം ഷോപ്പിൽ ചെല്ലുന്നു, കാശ് കൊടുക്കുന്നു, ക്യാപ്സ്യൂൾ വാങ്ങുന്നു, പോക്കറ്റ് ഇടുന്നു, പോകുന്നു. എല്ലാം വളരെ ഈസി. മറ്റേ ഫുഡ് ഓർഡർ ചെയ്യണം, കാത്തിരിക്കണം, അത് കഴിച്ചിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം, വെറുതെ ടൈം വേസ്റ്റ് ഇല്ലേ. മാത്രമല്ല ഷോപ്പ് കീപ്പേഴ്സിനും ലാഭമാണ്. അധികം സ്പേസ് വേണ്ട, കുറച്ച് സ്റ്റാഫ് മതി, എല്ലാത്തിനും കൂടി ഒരു ചെറിയ ടേബിൾ മതി. നൈസ് അല്ലേ? എങ്ങനെയുണ്ട്? വണ്ടർഫുൾ സാം. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
ഈ തലശ്ശേരി ബിരിയാണിയൊക്കെ കിട്ടോ ക്യാപ്സ്യൂളായിട്ട്? ആ ഏ ഈ മറ്റേ കോഴിക്കോടൻ അലുവ, അമ്പലപ്പുഴ പാൽപ്പായസം അതൊക്കെ കിട്ടോ? ആക്ച്വലി നമുക്ക് എല്ലാ ഫുഡ് ഐറ്റവും ക്യാപ്സ്യൂൾ ആക്കാൻ പറ്റും. ഷേടാ ഇത് അടിപൊളിയാണല്ലോ. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നമ്മൾ സദ്യക്ക് എന്ത് വിളമ്പും കുറച്ചാൾ കഴിയുമ്പോൾ? ആ ഒരു പണിയാം, ഈ കുറച്ച് ക്രോസിനും പാരസെറ്റമോളൊക്കെ വെച്ചിട്ട് ജലൂസിൽ ഒഴിച്ചിട്ട് കുഴച്ചടിക്കാം. എങ്ങനെയുണ്ട്? നീ കളിയായിക്കോ, വൺ ഡേ യു വിൽ റിഗ്രറ്റ്. അത് ഞാൻ ഇപ്പോഴേ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടല്ലോ നിന്നെ കൂടെ താമസിപ്പിച്ചതിന്. എടാ ഒന്നാമത് ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴേ ഉപ്പിലിട്ടാരാണ് ജീവിക്കുന്നത്. ഇനി നിനക്ക് ആൾക്കാരെ പിടിച്ച് ക്യാപ്സ്യൂളിനകത്താക്കണം. അല്ല മോൻ ഇന്ന് രാവിലെ എന്താ കഴിച്ചേ? പുട്ടും റെസ്റ്റും. നാളെ ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരു ക്യാപ്സ്യൂൾ എടുത്ത് തരട്ടെ? ഞാൻ പോവാണ്. ജോ ഇങ്ങോട്ട്. ഞാൻ വീട്ടിൽ പോകണം. ഈയടാ സാമേ, ആ വേല മനസ്സിലിരിക്കട്ടെ. ഇതൊന്നും തീർക്കാണ്ട് ഇവിടുന്ന് മുങ്ങാനല്ലേ? നമുക്കിതൊക്കെ മൊത്തം തീർത്തിട്ട് ഒരുമിച്ച് വീട്ടിൽ പോവാം. ഓക്കെ ഓക്കെ ശരി. നീ ആ DIGയുടെ കയ്യിൽ നിന്ന് കുറേ നമ്പർ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. അതൊന്നും ഇവിടെ ഇറക്കണ്ട കേട്ടാ, അവിടെ കുത്തി. സാറിനെ വിളിച്ചിരുന്നോ? ആ വിളിപ്പിച്ചോ, പ്ലീസ് കം. മീനാക്ഷി, നമ്മുടെ ഫാഷൻ്റെ സ്റ്റേജിൻ്റെ ഡിസൈൻ. ഞാൻ മോർണിംഗ് പറഞ്ഞിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞാനത് മറന്നുപോയി. ആക്ച്വലി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ടു ബി ഫ്രാങ്ക്. ഓക്കെ, ഓക്കെ. ഈ നമ്മുടെ പല ചേഞ്ചസ് ഉണ്ടല്ലോ ലൈഫിൽ, ശീലിച്ച് നമ്മൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് എസ്പെഷ്യലി അബൌട്ട് അപ്പിയറൻസ്? സാർ താരയുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ആ അതെ അതെ അതെ, ഇത് ആക്ച്വലി വൈഫ് സജസ്റ്റ് ചെയ്താണ്. പക്ഷെ താടി പഠിച്ചു കഴിഞ്ഞപ്പോഴൊരു എന്തൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നു. അയ്യോ സീരിയസ്, ഞാൻ ആക്ച്വലി നന്നായെന്ന് പറയാൻ വേണ്ടി നിൽക്കായിരുന്നു. ലൈക്ക് താടി ഉണ്ടെങ്കിലേ ആൾക്കാർക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. ഇത് പഠിച്ചു കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നു ഓഫീസർ റെസ്പെക്റ്റ് കുറഞ്ഞു എന്നൊരു ഫീലിംഗ് കാലത്ത്. സാർ ഇതൊക്കെ നോക്കാറുണ്ടോ? ആക്ച്വലി സാർ കുറച്ചുകൂടി ചെറുപ്പായ പോലെ ഉണ്ട്. മാത്രല്ല ഏതൊരു ആംഗിളിൽ നിന്നും സാറിനൊരു ഹിന്ദി നടന്റെ ചായ ഉണ്ട്. ആണല്ലേ, എനിക്ക് തോന്നിയില്ല പലപ്പോഴും. പിന്നെ സാർ ഇതൊക്കെ നോക്കൂന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണല്ലോ ആക്ച്വലി. അല്ല അങ്ങനെയല്ല. എനിവേ താങ്ക് യു മീനാക്ഷി, യു കെൻ ക്യാരി ഓൺ. സർ ആക്ച്വലി നമ്മളെപ്പോഴും റീഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ സർ? യു ആർ റൈറ്റ്. പല ആൾക്കാരും നമ്മളെ പിന്നിലേക്ക് വലിക്കാനും കളിയാക്കാനും ഒക്കെ നോക്കും. പക്ഷെ നമ്മളതിലൊന്നും ബോധറാവരുത്. ശരിയാണ്. നമ്മുടെ ഓഫീസിലുണ്ട് അങ്ങനെ ചില ആൾക്കാരൊക്കെ. നമ്മളതിലൊന്നും വെറീഡാവരുത് ആക്ച്വലി. ഈ നമ്മുടെ ഓഫീസിൽ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അവര്? നമ്മുടെ ഓഫീസിൽ എന്ന് പറയുമ്പോൾ ജിൻഡോ ഒക്കെ ആയിരിക്കും അല്ലേ? പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വരുന്നത്. ഓക്കെ മീനാക്ഷി, യു ക്യാൻ ക്യാരി ഓൺ. താങ്ക് യു. ഓക്കെ സർ. മീനാക്ഷി, ആ ജിൻഡിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ കേട്ടോ. ഓക്കെ സർ. അങ്ങനെ ഗീതവും ഹിമേഷും വേർപിരിയുന്നതോടെ നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. ബാബു സാർ എങ്ങനെയുണ്ട്? സബ്ജക്റ്റ് കൊള്ളാം. ഇതിലെത്ര പാട്ട് സീനുണ്ട്? 2 പാട്ടുണ്ട്. ഒന്ന് ഒരു അടിപൊളി സിനിമാറ്റിക് റൊമാൻറ്റിക് സോങ്, മറ്റൊന്നൊരു സിറ്റുവേഷൻ സോങ്. അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട്. ഫൈറ്റോ? സർ ഒരു ഫൈറ്റ് ഉണ്ടായിപ്പോയി സർ, ഞാൻ വേണത് ഒഴിവാക്കാം. അത് വേണ്ട. അത്യാവശ്യത്തിന് ഫൈറ്റും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തിയേറ്ററിൽ ആൾ കയറും. അത് കറക്റ്റാണ്. സബ്ജക്റ്റ് ഓക്കെ അല്ലേ സർ? നോക്കുമോനെ, എന്നെ അപേക്ഷിച്ച് എനിക്കിതൊരു ബിസിനസ്. അതേ, പൈസ ഇറക്കുക, പൈസ എടുക്കുക. അല്ലാതെ ഈ മലയാള സിനിമ മുഴുവൻ നമ്മളെ കൊണ്ട് ഉഴുതുമറിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നിന്റെ സബ്ജക്റ്റ് അതിനൊരു വെറൈറ്റി ഉണ്ട്. വെറൈറ്റി അല്ലേ? എന്നാലും എരിവും പുളിയും കുറവാ. കുറച്ചുകൂടി മസാല ചേർത്താൽ സംഗതി ഉഷാറാകും. പിന്നൊരു കാര്യം, എനിക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ എന്റെ ചില സുഹൃത്തുക്കൾ കാണും. ഈ കഥ ഒന്ന് അവരെ പറഞ്ഞ് കേൾപ്പിക്കും. അവരുടെ കൂടി അഭിപ്രായം അറിയാലോ. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ? ചുമ്മാ അവരെ വിളിക്കണം സാർ. ഈ സിനിമയെ കുറിച്ചൊക്കെ അഗാധ പാണ്ഡിത്യമുള്ള ആൾക്കാരുടെ അഭിപ്രായം നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അവർക്ക് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. സമൂഹത്തിലെ നാനാ തുറകളിൽ പെട്ടവരാണ് അവർ. തുറന്നുള്ള ആൾക്കാരാണ്. വിളി മുട്ട കഴിക്കും സാർ. അങ്ങനെ ഹിമേഷിന്റെ ബൈക്കിന്റെ പിന്നാലെ കാറിൽ വരുന്ന വിവേക് പെട്ടെന്ന് കാർ ഹിമേഷിന്റെ ബൈക്കിന്റെ മുന്നിൽ കയറ്റി നിർത്തി സഡൻ ബ്രേക്ക് ഇട്ട് ചാടി ഇറങ്ങാണ്. ബൈക്കിൽ സ്കിഡായി നിലത്ത് വീഴുന്ന ഹിമേഷിന്റെ അടുത്തേക്ക് സാവധാനം നടന്നു വരുന്ന വിവേക്.
ഹലോ. ആ, ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു പയ്യൻ സിനിമാ കഥ പറയാ, അത് കേട്ടോണ്ടിരിക്കുക. എന്ത് ഇല്ലാന്ന് തോന്നുന്നു. ബായ്. ഇൻട്രോ അല്ല? ഇല്ല. ആ, ആയിട്ടില്ല. എന്ത് സ്കൂട്ടായ? എപ്പോ? ഇട്ടിട്ട് വേഗൂട്ടെ. വല്ല പരിചയമുള്ള മുഖമാണെന്ന് അറിയാലോ. ആ, നിർത്തണ്ട, പറഞ്ഞു പോയി. അങ്ങനെ ഹിമേഷിൻ്റെ അടുത്തേക്ക് സാവധാനം നടന്നു വരുന്ന വിവേക് പിന്നെ നിലത്ത് കിടക്കുന്ന ഹിമേഷിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഒരു മിനിറ്റ് എനിക്കൊരു സംശയം. എല്ലാ സിനിമയിലും വില്ലന്മാരും നായകന്മാരുടെ അടുത്ത് സ്ലോ മോഷനിലേ നടന്നു പോകും. അതിന് പ്രത്യേകിച്ച് വല്ല കാരണമുണ്ടോ? 2.5 മണിക്കൂർ ആക്കണം. എങ്ങനെ? സിനിമ എങ്ങനെയെങ്കിലും 2.5 മണിക്കൂർ ആക്കണം. ഓഹോ. അല്ലാതെ എന്താ, ചില സിനിമയിലൊക്കെ എല്ലാം നടന്നാലും സ്ലോ മോഷനിലാണ് നടക്കാറ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളും സ്ലോ മോഷനിൽ നടക്കും. നല്ല മനസ്സിലായി. എന്തൊക്കെയാ നാട്ടിൽ നടക്കുന്നത്? സ്ലോ മോഷനിലാണോ സാർ? പണിക്ക് വന്ന ബംഗാളിക്കൊപ്പം പെണ്ണ് ഒളിച്ചോടിപ്പോയി. ഇവക്കൊക്കെ എന്തിന്റെ കുറവായിരുന്നു? നോക്കി, അവളുടെ വല്ല ഫോട്ടോ ഉണ്ടോ? നിങ്ങളൊന്ന് സൈലന്റ് ആയിരുന്നേ, അയാളെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ എന്ന്. അയാള് പറഞ്ഞോട്ട് ആരെ നിർത്താൻ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു പോയി, നിർത്തണ്ട. അങ്ങനെ ഹിമേഷിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വിവേക് ഹിമേഷിനോട് നീ ഗീതുവിനെ മറക്കണം എന്ന് പറയില്ല, പക്ഷെ അവളെ ഇനി കാണരുതെന്ന് പറയുന്നു. ശല്യമായില്ല, കേറി ഇടപെടേണ്ടി വരുമോ? വേണ്ട ചേച്ചി, ഇത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ചേച്ചി ബാക്കി കസ്റ്റമേഴ്സിനെ നോക്ക്. ഞാൻ ഇവിടെ വരാം. അനിയ, ആ ഫോണിൻ്റെ വോളിയം ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്യും പ്ലീസ്. എന്താ പ്രശ്നം? അതല്ല, നമ്മുടെ മറ്റ് കസ്റ്റമേഴ്സിന് ഡിസ്റ്റർബൻസ് ആവും, അതുകൊണ്ടാ. അപ്പം ഞാൻ അവിടുത്തെ ഒരു കസ്റ്റമറല്ലേ? അതെ, പക്ഷെ മറ്റ് കസ്റ്റമേഴ്സിൻ്റെ കാര്യം കൂടി നമ്മൾ നോക്കണ്ടേ? സുഹൃത്തെ, ഞാൻ ഒരു ഇന്ത്യൻ പൗരനാണ്. ഓരോ സ്ഥലത്ത് ഇരുന്ന് പാട്ട് കേൾക്കാനും വീഡിയോ കാണാനും എന്തിനും ചുംബിക്കാൻ വരെയുള്ള സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട്. ആ സ്വാതന്ത്ര്യം ഞാൻ മാക്സിമം യൂസ് ചെയ്യും. അതിന് തനിക്കെന്താ കുഴപ്പം? അതെ, പബ്ലിക് ന്യൂസൻസുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട്. അത് ചേട്ടനറിയോ? പേജ് നമ്പർ 416, ആർട്ടിക്കിൾ 17-21, സെക്ഷൻ 311. അഴിയണം. അമ്മയെ അന്ന് കണ്ട സമയത്ത് പേടിപ്പിക്കണ്ട, അതൊക്കെ എനിക്കറിയാം. എന്നാലേ ഇവിടെ ഒരു ബോർഡ് വയ്ക്കും, നിശബ്ദത പരിപാലിക്കല്ല പാലിക്കുക. ചേട്ടാ മനസ്സിലായില്ലേ? സന്ദീപ് മറ്റേ എന്താ ഇവിടെ? ഞാൻ അത് ശരിയായില്ല, ഇവിടെ ഉണ്ട് ഇപ്പൊ. ഇവിടെയൊക്കെ തന്നെ എപ്പോഴും ഉണ്ടാവും. അടിപൊളി, ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല, ടെൻഷൻ വരും. മറ്റേ ചെയ്യലുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, എന്നാ കാണാട്ടാ. ശരി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു സെയില്? നന്നായിരുന്നടാ, പക്ഷെ കസ്റ്റമേഴ്സ് ഇനിയും വന്നും, എന്നാലേ പ്രോഫിറ്റ് കിട്ടുള്ളൂ. വരും ചേച്ചി, ആളുകൾ കടനെ കുറിച്ച് അറിഞ്ഞു തുടങ്ങണ്ടേ? നല്ല അന്വേഷിച്ചാല് 10,000 വരും. നല്ല ഫുഡ് സ്നേഹത്തോടെ കൊടുക്കാമെങ്കിൽ ആളുകൾ വരും, ഉറപ്പാ. ബിസിനസ് കൂട്ടാൻ വേണമെങ്കിൽ ചേച്ചിക്ക് ഞാൻ കുറച്ച് ഐഡിയാസ് ഒക്കെ തരാം. വേണോ? വേണ്ട. ചേച്ചി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇരിയാൻ നേരം ഉണ്ടാവില്ല, ഫുൾ ക്രൗഡ് ആയിരിക്കും, നോക്കിക്കോ. ദൈവമേ, നിന്റെ നാവ് പൊന്നാവട്ടെ. എല്ലാം ശരിയാവുന്നേ. കേട്ടിട്ടില്ലേ? പയ്യെ തിന്നാൽ അതെ, എനിക്ക് കുറച്ച് നാളായിട്ടുള്ള ഡൗട്ടാ. ഇപ്പൊ അനെ എങ്ങനെ തിന്നെ? സാമേ, ചളി കോമഡി അടിക്കരുത്. ചളി പറഞ്ഞല്ല, നിങ്ങൾ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ ഭയങ്കര പഴയ പഴഞ്ചൊല്ലാണ്. സാമേ, നമുക്ക് ഇതിനെപ്പറ്റി കൂലങ്കഷമായി പിന്നെ ചർച്ച ചെയ്യാം. ഓക്കെ? അല്ല, അവന് ഇതെന്ത് പറ്റി? കൊറേ നേരം ആയില്ല, ആകെ മൂഡ് ഓഫ് ആണല്ല. അവന് പ്രൊഡ്യൂസറെ കിട്ടാത്തന്റെ വിഷമാ. എന്റെ മോനെ, നീ ഇങ്ങനെ വിഷമിക്കാടാ. നീ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കേ. ഉദാഹരണത്തിന് ഞാനൊരു സംഭവം പറയാം. എൻ്റെ അപ്പാപ്പൻ്റെ ഒരു കാര്യമാണ്. അപ്പാപ്പനുണ്ട് കപ്പലിലായിരുന്നു ജോലി. ഒരിക്കലും ഇങ്ങനെ പോകുന്ന നേരത്ത് കപ്പലങ്ങ് തകർന്നു. കപ്പലിലുണ്ടായിരുന്നവരൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ലൈഫ് ബോട്ടിൽ കയറി. കഷ്ടകാലത്തിന് എൻ്റെ അപ്പാപ്പനൊരു കൂട്ടുകാരനും കയറിയ ലൈഫ് ബോട്ടിൽ തുഴയില്ലാതായി. ദൂരെ കര കാണാം, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടുകയും ചെയ്തു. ഇവര് 4-5 ദിവസം കടലിൽ പട്ടിണി കിടന്നു. കൂടെ ഉണ്ടായിരുന്ന പറഞ്ഞ് ഞാൻ ഇപ്പൊ കടലിൽ ചാടി ചാവുമെന്ന്. പക്ഷെ അപ്പാപ്പൻ പ്രതീക്ഷ കൈവിട്ടില്ല. അപ്പാപ്പൻ മീൻ പിടുത്തം തുടങ്ങി.
പച്ച മീൻ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി രണ്ടുപേരുടെ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം പിടിച്ച മീനിന്റെ വയറ്റിലുണ്ടല്ലോ എന്തുവാ ഒരു വിസില്. ഏത് ഊതുന്ന വിസിലോ? ആ, ഒരു ചുമല വിസില്. ചില നാട്ടിൽ പീപ്പിളിന്നും പറയും. അപ്പാപ്പൻ ഇതങ്ങോട്ട് ഊതാൻ തുടങ്ങി. ആരെങ്കിലും കേട്ട് രക്ഷപ്പെടുത്തുമെന്ന് കരുതി. എവിടെന്ന്? പക്ഷെ അപ്പാപ്പൻ അപ്പോഴും പ്രതീക്ഷ വിട്ടില്ല. എന്റെ അപ്പാപ്പനല്ലേ, ഊത്തെന്ന് പറഞ്ഞ ഊത്തോട് ഊത്ത്. അങ്ങനെ ഒരു ദിവസം സുപ്രഭാതം ഒരു കൊച്ചിത് കേട്ടു. ഈ കടലിന്റെ സൈഡിൽ കളിക്കാനാ പറ്റുന്ന ഒരു കൊച്ചാ. ഇത് ഓടിച്ചെന്ന് നാട്ടുകാരെയൊക്കെ അറിയിച്ച് എല്ലാരും വന്നു. ഇവരെ രക്ഷപ്പെടുത്തി. ഈ സംഭവം പറയുമ്പോൾ എപ്പോഴും എൻ്റെ അപ്പാപ്പൻ പറയും, ജീവിതത്തിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നതെന്ന്. ഒരു നല്ല ദിവസം വരും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട്. ആ ഒരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അപ്പാപ്പൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന്. നീ അതുപോലെ ഒന്ന് വിശ്വസിക്കേ, നിനക്കും വരും ഒരു നല്ല ദിവസം കേട്ടോ. ആ ചേട്ടായി, അപ്പാപ്പന്റെ കഥയൊക്കെ ഗംഭീര മോട്ടിവേഷനായി. പക്ഷേ ഇതേട്ടൻ്റെ ഒറിജിനൽ അപ്പാപ്പൻ തന്നെയാണോ? എവിടുന്നോ ചൂണ്ടിയതല്ലേ? എടാ, ആരുടെ അപ്പാപ്പനായാലെന്താ? ഞാൻ സത്യം പറയാം, ഇവൻ ഈ കടയിൽ വന്ന് ഓസിന് പുസ്തകമൊക്കെ വായിക്കുന്ന കണ്ടിട്ടേ ഞാനിപ്പോ ഈ കുഞ്ഞു കഥകളൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ സോറി കേട്ടോ.